കമ്പനിയെ ഡയറക്റ്റ്ലി കോണ്ടാക്ട് ചെയ്യുന്നു. ഓക്കെ, കോണ്ടാക്ട് ചെയ്തിട്ട് ആദ്യമേ ചോദിക്കുന്നത് എത്ര വരും, ബഡ്ജറ്റ് എങ്ങനെയാണെന്നായിരിക്കും ചോദിക്കുന്നത്. ഇപ്പോൾ അശ്വതിയുടെ അടുത്ത് ഞാൻ പറയാണ് എനിക്കൊരു വീട് വേണം, എനിക്ക് ചിലപ്പോൾ ഒരു 3000 സ്ക്വയർ ഫീറ്റ് ആയിരിക്കും പണിയേണ്ടത്, എത്ര വരും? അങ്ങനെ ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. സോ തീർച്ചയായിട്ടും നമ്മൾ ആദ്യമേ തന്നെ ഒരു പ്രൈസിങ്ങിലോട്ട് പോവുകയാണെങ്കിൽ അത് വളരെ ഒരു തെറ്റിദ്ധാരണ ഉളവാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണത്. നമ്മളെപ്പോഴും ഒരു ഫേമിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ആദ്യം ആ ഫേം എന്തൊക്കെ പ്രോസസ്സ് ചെയ്യണമെന്നുള്ളത് ആദ്യമേ പഠിക്കുക. കാരണം നമ്മൾ ചിലപ്പോൾ ആദ്യം അപ്രോച്ച് ചെയ്യുന്ന ഫേം കറക്റ്റ് ഡെലിവറബിൾസ് തരുന്നൊരു ഫേം ആയിരിക്കില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ സർവീസ് നമ്മൾ ഉദ്ദേശിക്കുന്ന സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നൊരു ക്ലയൻ്റ് ആവണം, മീൻസ് ഫേം ആവണമെന്നില്ല. ആദ്യമേ തന്നെ നമ്മൾ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വെദർ വി ആർ കോൺടാക്ടിങ് ദ കറക്റ്റ് ഫേം, അതാദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ക്ലയൻറ്റ് ആദ്യമേ തന്നെ അവിടുന്ന് കോൺടാക്ട് ചെയ്ത് കഴിയുമ്പോൾ ഫസ്റ്റ് അതിൻ്റെ സർവീസസ്, കമ്പനിയുടെ സർവീസസ് എന്തൊക്കെയാണ്, ഫേമിൻ്റെ അതെല്ലാം ചോദിക്കുക. അതിനുശേഷം നമുക്ക് എന്താണോ വേണ്ടത്, നമുക്കിപ്പോൾ വീട് പണിയാനായിരിക്കാം, അല്ലെങ്കിൽ വീട് റിനോവേറ്റ് ചെയ്യാനായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കാം, അത് ആദ്യമേ ഏതാണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ ആദ്യമേ ഒരു ക്ലാരിറ്റി വയ്ക്കുക.